رسول الله ألف الألف نظام مدهي على الآن أول السطور بسم الله بدأ القال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله طه قلبي مذ أتيت وابيا طاف ما طاب عن وداد طه تاليا للتالي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صاب ثابت الذرى من الذرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بادر إلى الخير يا ذا اللب مغتنما ولا تكن من قليل لعرف محتشما واشكر لمولاك ما أولاك من نعمي فالشكر يستوجب الإفضال والكرما وارحم بقلبك خلق الله وارعهم فإنما يرحم رحمن من رحما مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه വളരെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ പരിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ വന്ന് ജുമുഅ നിസ്കരിക്കാനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് നൽകിയിരിക്കുകയാണ് അല്ലാഹു ഈ തൗഫീഖ് നമുക്ക് നിലനിർത്തി തരട്ടെ രണ്ടാഴ്ച മുമ്പ് ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു ദുആഇന്റെ ലിസ്റ്റ് കൊണ്ടുവന്നു ആ ദുആഇന്റെ ലിസ്റ്റിൽ ഒരു സഹോദരൻ കാര്യമായിട്ട് എഴുതിയത് പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഉസ്താദെ പരിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ജുമുഅക്ക് എത്തിപ്പെടാൻ തൗഫീഖിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്നാണ്. അപ്പോഴാണ് അല്ലാഹു നമുക്ക് ചെയ്തതെന്ന നിഅമത്തിന്റെ വലുപ്പം നമ്മളൊക്കെ ആലോചിക്കുന്നത്. അല്ലാഹു ആ സഹോദരനും നമുക്കും
ആയുസ്സുള്ള കാലത്തോളം അല്ലാഹുവിനെ ആഫിയത്തോടുകൂടെ അനുസരിക്കാനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരു സദസ്സ് കൂടിയാണിത്. പ്രത്യേകമായ ഒരു സഹോദരി പള്ളിയെയും ഇതിന്റെ കാര്യങ്ങളെയൊക്കെ കാര്യമായി സഹായിക്കുന്ന, ഇതുമായി സഹകരിക്കുന്ന ഒരു സഹോദരി ടൈഫോയിഡ് പിടിപെട്ട് വളരെ വിഷമത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരിക്ക് പരിപൂർണ്ണ ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു സഹോദരൻ ലണ്ടനിലാണ്. അദ്ദേഹവും വളരെ വിഷമത്തിൽ, മാനസിക പ്രയാസത്തിലാണ്, വലിയ വിഷമത്തിലാണ് അദ്ദേഹമുള്ളത്. ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ പള്ളിയെയും മറ്റു കാര്യങ്ങളെയും ദീനീ വിഷയങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം നേടിയെടുക്കാൻ നമുക്കും അവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വിശുദ്ധമായ റമദാനിനെ അനുകൂലമായ സാക്ഷിയാക്കുന്ന മുഅ്മിനീങ്ങളിൽ നമുക്ക് ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രതികൂലമായി പോകുന്നതിൽ നിന്ന് പടച്ചറബ് നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് റമദാനുകളിൽ സംബന്ധിക്കാനുള്ള തൗഫീഖും ഹിദായത്തും പടച്ചറബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ കൂടുതൽ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായതും അനിവാര്യമായതും അത് കാരുണ്യവാനായ അല്ലാഹുവിന്റെ പ്രത്യേകമായ സവിശേഷമായ തിരുനോട്ടമാണ്, കൃപാകടാക്ഷമാണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് ജീവിതത്തിൽ നേടിയെടുക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്കാണ് ഓരോ നിമിഷവും നമ്മളൊക്കെ എത്തിച്ചേരേണ്ടത്. നമ്മളുടെ ഈമാനാവട്ടെ, നമ്മളുടെ നിസ്കാരങ്ങളാവട്ടെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാവട്ടെ, എല്ലാം അല്ലാഹുവിന്റെ റഹ്മത്ത് നേടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട നിമിത്തങ്ങളാണ്. അത് നേടിയെടുത്താലല്ലാതെ നമുക്കൊരിക്കലും ദുനിയാവിലോ ആഖിറത്തിലോ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ബോധ്യപ്പെടലാണ് നമ്മളുടെ ഹൃദയത്തിലേക്ക് കാര്യമായി കൊണ്ടുവരേണ്ടത്. അല്ലാഹു ആ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി, ലൻ തൻജുവ അഹദുക്കും അഹദും മിൻകും മിൻ അമലി, നിങ്ങളിൽ നിന്ന് ഒരാൾക്കും, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളായ ആരൊക്കെ ഈ ലോകത്തുണ്ടോ, അല്ലാഹുവിന്റെ അടിമകളായി ആരൊക്കെ ഈ ലോകത്തുണ്ടോ, ഒരാൾക്ക് പോലും സ്വന്തം ചെയ്തു പോകുന്ന അമലുകൾ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു ഹദീസാണിത്. ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സൽക്കർമ്മങ്ങളാണെന്ന് പ്രതീക്ഷിച്ചും അതാണെന്ന് വിചാരിച്ചും അതാണെന്ന് ഉറപ്പുവരുത്തിയും ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അമല് കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂലി വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങനെ തന്നെയാണോ? ഞങ്ങൾക്ക് അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന അമല് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. കുഴപ്പങ്ങൾ ഉണ്ടാവാം, അബദ്ധങ്ങൾ ഉണ്ടാവാം, പോരായ്മകൾ ഉണ്ടാവാം. ആ അമല് സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ പേടിയുണ്ട്. പക്ഷെ ഞങ്ങളെ പോലെയല്ലല്ലോ അങ്ങ്, അങ്ങും അങ്ങനെ തന്നെയാണോ? ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, വലാ അന, ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കും എന്റെ അമല് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയിരിക്കുകയാണ്. ആരംഭ റസൂലിനെ ഈ ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ചയച്ചിട്ടുള്ളത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ജനങ്ങൾക്ക്, ലോകർക്ക്, സകല ജീവജാലങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിന് അസകലം റഹ്മത്തായിട്ടാണ്, കാരുണ്യമായിട്ടാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്
അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു മൂടിയതുകൊണ്ട് മാത്രം ആ റഹ്മത്ത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സത്യവിശ്വാസി അതേ സമയം അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കേണ്ട ഒരു തേട്ടമാണ് ഈ വിശുദ്ധ റമദാനിൽ, വിശേഷിച്ചും ആദ്യത്തെ പത്തിൽ നമ്മൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല, അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ കാരുണ്യവാനായ തമ്പുരാനെ, നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവിന്റെ റഹ്മത്തിനെ നമ്മൾ വളരെ കൂടുതൽ പ്രതീക്ഷിക്കണം. കാരണം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ തിരുനോട്ടം നമ്മളുടെ കൽബിൽ ഉണ്ടാകുകയും ആ റഹ്മത്ത് കൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നീക്കുകയും നമ്മളുടെ വീട്ടില്, നമ്മളുടെ നാട്ടില്, നമ്മളുടെ കുടുംബത്തില്, നമ്മളുടെ സൗഹൃദ വലയങ്ങളില്, നാമുമായി ബന്ധമുള്ള എല്ലായിടങ്ങളിലും ആ റഹ്മത്ത് കൊണ്ട് നീക്കുപോക്ക് നടത്തിയാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മെ സജ്ജനങ്ങളിൽ റഹ്മത്ത് നേടിയെടുത്തവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. പ്രസിദ്ധമായ ഒരു ഹദീസ് കേട്ടോളൂ, ലാ തുൻസഉർ റഹ്മത്തു ഇല്ലാ മിൻ ശഖീ. ലാ തുൻസഉർ റഹ്മത്തു ഇല്ലാ മിൻ ശഖീ. എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? ലാ തുൻസഉർ റഹ്മ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൃപാ കടാക്ഷം, അവന്റെ റഹ്മത്ത്, അവന്റെ കരുണ ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ അല്ലാഹു നിക്ഷേപിക്കുന്നതാണ്. പക്ഷെ ഒരാളുടെ ഹൃദയത്തിൽ റഹ്മത്തിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അവൻക്ക് ഒരാളോടും റഹ്മത്ത് തോന്നുന്നില്ല എങ്കിൽ, സ്വന്തം ശരീരത്തിനോടോ ഉമ്മയോടോ ബാപ്പയോടോ ഭാര്യയോടോ മക്കളോടോ കുടുംബാംഗങ്ങളോടോ അയൽവാസികളോടോ നാട്ടുകാരോടോ കൂട്ടുകാരോടോ കരുണ തോന്നുന്നില്ല എങ്കിൽ, ലാ തുൻസഉർ റഹ്മത്തു ഇല്ലാ മിൻ ശഖീ. പരാജിതനായ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നല്ലാതെ റഹ്മത്ത് ഊരി മാറ്റപ്പെടുകയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഹൃദയത്തിൽ റഹ്മത്തെങ്ങാനും നഷ്ടപ്പെട്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗൗരവം പരാജയത്തിലേക്ക് കൂട്ടുകുത്താൻ പോകുകയാണ് എന്നാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. സ്ഥിരമായി നമ്മൾ പഠിക്കുന്ന രണ്ട് സംഭവമുണ്ടല്ലോ. ഒന്ന്, അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചിരുന്നൊരു പെണ്ണ്, ഖുർആൻ ഓതിയിരുന്നൊരു പെണ്ണ്. നോക്കൂ, സൽക്കർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്ന പലതും ജീവിതത്തിൽ ചെയ്തിരുന്നൊരു പെണ്ണ്. വീട്ടിൽ ശല്യമുണ്ടാക്കിയ ഒരു പൂച്ചയെ കയറിൽ കെട്ടിയിട്ടു തൂണിലേക്ക്. ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, പ്രാണികളെ ഇരപിടിച്ച് പ്രാണികളെ തിന്നാനുള്ള ചാൻസ് പോലും ആ പൂച്ചക്ക് കൊടുക്കാതെ അതിനെ കെട്ടിയിട്ടങ്ങ് ചത്തുപോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയെ കുറിച്ച് പറഞ്ഞത് ഹിയ ഫിന്നാർ, അവർ നരകാഗ്നിയിലാണ് എന്നാണ്. എന്റെ നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് കൊടുക്കേണ്ടത് കാരുണ്യമാണ്, കരുണയാണ്, കരുണയുടെ നോട്ടമാണ്, ജനങ്ങളോടുള്ള കൃപയോടെയുള്ള പെരുമാറ്റമാണ്. അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ. മറ്റൊരു സംഭവമാണ്, വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ചൊരു സഹോദരി, വ്യഭിചാരിയായ ബഗിയും മിൻ ബഗായ ബനി ഇസ്രായീൽ. അങ്ങനെയാണ് ഹദീസിൽ ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞത്. ബനു ഇസ്രായീലിന്റെ കൂട്ടത്തിൽ വ്യഭിചാരം അഥവാ വളരെ മോശപ്പെട്ട പ്രവൃത്തി ചെയ്തിരുന്ന ഒരു പെണ്ണ് ഒരു നായയോട് തന്റെ ഹൃദയത്തിൽ ചെയ്തൊരു കരുണ, ആ കരുണ കാരണത്താൽ ആ നായക്ക് തന്റെ ഹുഫയിലാക്കി, ചെരുപ്പിലാക്കി, തന്റെ ഷൂ പോലെയുള്ള താൻ ധരിക്കുന്ന ഷൂവിൽ ആ നായക്ക് വെള്ളം കൊടുക്കുകയും അതുവഴി അതിന്റെ ദാഹം
അകറ്റി കൊടുക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു ആ പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് നൽകിയ കരുണയുടെ കാരണമുണ്ടല്ലോ, അവൾ ചെയ്തുപോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാകുകയും പിന്നീട് അഭിസാരികയായി ജീവിച്ച ആ പെണ്ണ്, അവിഹിതത്തിൽ ജീവിച്ച ആ പെണ്ണ് നേർവഴിയിലേക്ക് നടക്കാൻ ഈ റഹ്മത്ത് കാരണമായി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവത്തിലാണ് ഈ വിഷയത്തെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നമുക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, നമ്മളൊക്കെ നോമ്പെടുക്കുന്നവരാണ്, നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. പക്ഷേ നോമ്പും നിസ്കാരവും മറ്റു ഇബാദത്തും നമ്മളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടത് റഹ്മത്താണ്, റഹ്മത്താണ്, റഹ്മത്താണ്. തിരുവനന്തപുരത്ത് 23കാരനായ ചെറുപ്പക്കാരൻ നമ്മളുടെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യനല്ലേ? എന്താണ് ആ ചെറുപ്പക്കാരനെ കുറിച്ച് നാട്ടുകാര് പറഞ്ഞത്? നിസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, ആർക്കും ഒരു എതിരഭിപ്രായവും പറയാനില്ലാത്തവനാണ്. പക്ഷേ ഹൃദയത്തിലേക്ക് കരുണ കിട്ടിയോ? കരുണ ഉണ്ടായോ? നിസ്കാരവും നോമ്പും മറ്റു കർമ്മങ്ങളും ആസക്തികളിൽ നിന്ന് മനുഷ്യന്റെ ശരീരത്തെ കൊണ്ടുപോകേണ്ടതാണ്. ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ കരുണയില്ല എന്ന് മാത്രമല്ല, സ്വന്തം ഉമ്മയെയും സ്വന്തം ഉമ്മമ്മയെയും അതുപോലെ കുടുംബത്തിലെ സ്വന്തം അനുജനെ വരെ തലക്കടിച്ച് മാരകമായ പ്രഹരമേൽപ്പിച്ച് കൊലപ്പെടുത്താനുള്ള അത്രമേൽ കരുണ വറ്റിപ്പോയ മാനസികാവസ്ഥയിലേക്ക് എത്തിയത് എന്തിനെയാണ് എന്ന് നമ്മൾ ഗൗരവത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഈ വിശുദ്ധമായ റമദാൻ പ്രസക്തമാകുന്നത്, റമദാനിലെ തേട്ടം പ്രസക്തമാകുന്നത്. അല്ലാഹുമ്മ റഹ്മീ യാ അർഹമർ റഹീമീൻ. നമുക്കൊരു ധാരണയുണ്ട്, എന്റെ നിസ്കാരം എങ്ങനെയെങ്കിലും ചെയ്താൽ ആ നിസ്കാരത്തിലൂടെ എല്ലാം കിട്ടുമെന്ന്. നിസ്കാരം ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതവിലും അച്ചടക്കത്തിലും അതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ശരിയായ ആത്മീയതയും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നിസ്കരിക്കുന്നവരാണ് എന്ന് നാട്ടുകാരെ പറയുന്നത് പ്രത്യക്ഷത്തിലുള്ള കോലമാണ്, അല്ലേ? പള്ളിയിൽ പോകുന്നവരാണ് എന്ന് നാട്ടുകാർ പറയുന്നത് പ്രത്യക്ഷത്തിലുള്ള കോലമാണ്. നോമ്പെടുക്കുന്നവരാണ് എന്ന് നാട്ടുകാർ പറയുന്നത് അവന്റെ പുറം പൂച്ചാണ്. എന്നാൽ നിസ്കാരം ഒരു മനുഷ്യനിൽ പരിവർത്തിപ്പിക്കേണ്ട പരിവർത്തനം ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ നിസ്കാരമായിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം തന്നെ അവനെ തടഞ്ഞു നിർത്തും അനിൽ ഫഹ്ശാ, അധമമായ കാര്യങ്ങളിൽ നിന്ന്, അശ്ലീലമായ കാര്യങ്ങളിൽ നിന്ന്, തെറ്റായ പ്രവണതകളിൽ നിന്ന്, ചീത്ത പ്രവൃത്തികളിൽ നിന്ന് നിസ്കാരം തന്നെ നമ്മെ തടഞ്ഞു നിർത്തുമെന്നാണ്. ആ രീതിയിലേക്ക് നമ്മളുടെ നിസ്കാരത്തെ കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ മുഅ്മിനീങ്ങളെ, ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസ് കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പരാമർശിക്കുകയാണ്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നമാ അന റഹ്മത്തുൽ മുഹ്ദാത്, ജനങ്ങൾക്ക് സന്മാർഗം നൽകുന്ന, ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന കാരുണ്യമാണ് ഞാൻ. ആരംഭ റസൂൽ കർക്കശ സ്വഭാവക്കാരനോ മർക്കട മുഷ്ടിക്കാരനോ ആയിരുന്നുവെങ്കിൽ ഒരാൾ പോലും റസൂലുള്ളാഹിന്റെ ചുറ്റും നിരക്കുമായിരുന്നില്ല. എന്റെ ഹബീബിന്റെ ചുറ്റിലും ആളുകൾ കൂടിയത് ശുദ്ധ ഖുർആൻ അതിന്റെ കാരണം പറയുന്നുണ്ട്. വലൗ കുന്ത ഫദ്ദാ ഗലീദൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹൗലിക്, ഹൃദയത്തിൽ കരുണ പറ്റിയ ഒരു വ്യക്തിയാണ് നിങ്ങളായിരുന്നുവെങ്കിൽ ഒരാളോട് പോലും നേരായ
ശരിയാവണ്ണം സംസാരിക്കാതെ ഒരു പുഞ്ചിരി പോലും കൊടുക്കാതെ മനസ്സാക്ഷി മരവിച്ചൊരു വ്യക്തിയാണ് നിങ്ങളായിരുന്നുവെങ്കിൽ, കർക്കശ സ്വഭാവക്കാരനോ ഉരുക്കുമുഷ്ടിയോടെ മർക്കടമുഷ്ടി കാണിക്കുന്ന ചീത്ത സ്വഭാവക്കാരനോ അങ്ങായിരുന്നുവെങ്കിൽ, അരണ്ട റസൂൽ അങ്ങനെ ആയിരുന്നില്ല. ആയിരുന്നുവെങ്കിൽ ഒരാൾ പോലും അങ്ങയുടെ ചുറ്റുമുണ്ടാകുമായിരുന്നില്ല, എല്ലാവരും അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് അല്ലാഹു തമ്പുരാൻ ഹബീബിനെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളും പഠിക്കേണ്ട പാഠമാണ്. ഹബീബ് ഈ ലോകത്തേക്ക് വന്നത് കരുണയായിട്ടാണ്. കരുണയോടെ, വാത്സല്യത്തോടെ, സ്നേഹത്തോടെ ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തപ്പോഴാണ് ജനങ്ങൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആരംഭ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഉദ്ഉ അലൽ മുശ്രികീൻ, ഉദ്ഉ അലൽ മുശ്രികീൻ. വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി, മുസ്ലിമീങ്ങളെ കടുത്ത പീഡനങ്ങൾക്ക് വിധേയമാക്കിയ ബഹുദൈവ ആരാധകരായ മുശ്രിക്കീങ്ങളുടെ എതിരെയായി ദുആ ചെയ്യാൻ വേണ്ടി മുത്തുനബിയോട് പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുമല്ലോ, നമ്മളോട് ആരെങ്കിലും അതിക്രമം ചെയ്താൽ അവർക്കെതിരെയായി ദുആ ചെയ്യുക എന്നത് മനുഷ്യന്റെ സ്വാഭാവികമായ പ്രവണതയാണ്, ടെൻഡൻസിയാണ്. ആരംഭ റസൂലിനോട് പറഞ്ഞ നബിയേ, മുശ്രിക്കീങ്ങൾക്ക് കേടായി എന്ന് ദുആ ചെയ്യൂ നബിയേ. മുശ്രിക്കീങ്ങൾക്കെതിരെയായി കേടായി ദുആ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, ഇന്നീ ലം ഉബഅസു ലആനാ, ഞാൻ ശാപം ചൊരിയുന്നവനായിട്ടല്ല എന്നെ നിയോഗിച്ചയച്ചിട്ടുള്ളത്. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണിത്. എന്നെ നിയോഗിച്ചയച്ചിട്ടുള്ളത് ശാപം ചൊരിയുന്നവനായിട്ടല്ല, മറിച്ച് എന്നെ നിയോഗിച്ചയച്ചിട്ടുള്ളത് എന്നെ നിയോഗിച്ചയച്ചിട്ടുള്ളത് കാരുണ്യമായിട്ടാണ്, കൃപയായിട്ടാണ്. കരുണവറ്റാത്ത മനുഷ്യനല്ല ഞാൻ, കരുണയുള്ള മനുഷ്യനാണ്. ഇന്നമാ ബുഇത്തു റഹ്മാ. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വേലക്കാരനായ, തന്റെ അടിമയായ, മൗലയായ അസ്ലം എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടക്കുന്ന തന്റെ എപ്പോഴും സന്തത സഹചാരിയായ അസ്ലമിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത്തനാമുൽ ലൈൽ, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നില്ലേ അസ്ലമേ? ഉടനെ അസ്ലം എന്ന അദ്ദേഹം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നഅം, ഞാൻ ഉറങ്ങുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്നുണ്ട്. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി മാ നിംതു മുൻദു സലാത്ത്, 3 ദിവസമായി എനിക്ക് ഉറക്കമേ കിട്ടിയിട്ടില്ല, 3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടില്ല. ആരാ പറയുന്നത്? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി. നിലവിൽ നമ്മുടെ രാജ്യത്തുള്ള ഭരണാധികാരികൾ സുഖലോലുപതയിൽ, സുഖസുഷുപ്തിയിൽ ആണ്ട് കിടക്കുമ്പോഴാണ് 10-25 രാജ്യങ്ങളുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സന്തത സഹചാരിയായ അസ്ലമിനോട് പറഞ്ഞത്, അസ്ലമേ, നിങ്ങൾ ഉറങ്ങുന്നുണ്ടായിരിക്കാം, പക്ഷേ 3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടേയില്ല. എന്തേ കാരണമെന്ന് അസ്ലം ചോദിച്ച സമയത്ത്, ഫഖദ് ജഅലല്ലാഹു ഫീ ഉനുഖി അൽ അർമില വൽ മിസ്കീൻ വശൈഖൽ കബീർ വൽ അജൂസ് വൽ യതീം. ഖദ് ജഅലല്ലാഹു ഫീ ഉനുഖി, ഒരു പ്രദേശം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്റെ പിരടിയിൽ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയുമോ? അൽ അർമില, വിധവകളെ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വൽ മിസ്കീൻ, സാധുക്കളെ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വശൈഖൽ കബീർ, വൃദ്ധരായ മനുഷ്യരെ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വൽ അജൂസ്, വൃദ്ധരായ പെണ്ണുങ്ങളെ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വൽ യതീം, അനാഥകൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം എന്റെ ചുമലിലാണല്ലോ. അവരോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാതെ എനിക്കെങ്ങനെ
എങ്ങനെയാണ് ഉറക്കം വരിക എന്ന് പറഞ്ഞ് 3 ദിവസമായി ഉറങ്ങാതെ തന്റെ സന്തത സഹചാരിയോട് കാര്യം പറഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുകയാണ് ലഖദ് ബലഗ മിൻ റഹ്മതിഹി അന്നഹു കാന യസ്അലു അൻ അത്ഫാലിൽ മുസ്ലിമീൻ. രാജ്യം ഭരിച്ചിരിക്കെ ഭരണാധികാരിയായിരിക്കെ മഹാനവർകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളായ കുട്ടികളെ കുറിച്ചാണ്. മാദാ അകലൂ വമാദാ ശരിബൂ വകൈഫ യനാമൂൻ. 3 കാര്യമാണ് ഉമർ തങ്ങൾ എപ്പോഴും ചോദിച്ചിരുന്നത്. മുസ്ലിമീങ്ങളായ കുട്ടികൾ എന്താണ് അവർ കഴിച്ചത്, എന്താണ് അവർ കുടിച്ചത്, എങ്ങനെയാണ് അവർ ഉറങ്ങുന്നത്, അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കാമെന്ന്. പക്ഷേ ആ കാര്യത്തിലാണ് എപ്പോഴും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഉമ്മമാരോടും നമ്മളുടെ പ്രിയപ്പെട്ടവരോടും വീട്ടിലുള്ളവരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഈ കരുണയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ കരുണ നിർബന്ധമായും നമ്മളുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുകൊടുത്തേ മതിയാകൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പുതിയ തലമുറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട നമ്മളുടെ മക്കളുടെ വിഷയത്തിലാണ്. കരുണ പറ്റിപ്പോയ ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തര വർത്തമാനങ്ങൾ പോലും ലഹരി തലക്കു പിടിച്ച ആസക്തിയിൽ ജീവിക്കുന്ന, കരുണ ഒട്ടുമേയില്ലാത്ത നിസ്സാര കാര്യങ്ങൾക്ക് വരെ സ്വന്തം സഹപാഠിയെ കുത്തിമലർത്താനും തലക്കടിച്ച് കൊലപ്പെടുത്താനും മാത്രം കഴിയുന്ന ഒട്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് ഹൃദയത്തിലേക്ക് തൊട്ടു തീണ്ടുക പോലും ചെയ്യാത്ത മനസാക്ഷി മരവിച്ചൊരു സമൂഹത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. തർബിയത്തുൽ ഔലാദ്. ആരാന്റെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ മുന്നേ അവനാന്റെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമേ. ഓരോരുത്തരും അവരവരുടെ മക്കളുടെ കാര്യം ചിന്തിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരു സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. തർബിയത്തുൽ ഔലാദ് അമലുൻ യുശ്ബിഹു അമലൽ ഫല്ലാഹ്. കർഷകനായ ഒരു മനുഷ്യൻ എങ്ങനെയാണോ തന്റെ കൃഷിയെ, കർഷകനായ ഒരു മനുഷ്യൻ തന്റെ കൃഷിയെ, തന്റെ വിളകളെ എങ്ങനെ സംരക്ഷിച്ചു പോരുന്നുണ്ടോ അതുപോലെയുള്ള സംരക്ഷണമാണ് ഒരു മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ വിഷയത്തിലുള്ളത്. അതിനോട് സാദൃശ്യമാണ് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. കർഷകൻ ചെയ്യുന്ന പണി എന്താ? പ്രാണികളെ അകറ്റുകയാണ്. തന്റെ കൃഷിക്ക്, തന്റെ ചെടിക്ക് ദോഷമായി ഭവിക്കുന്ന മറ്റു കളകളുണ്ടെങ്കിൽ, മറ്റു ചെടികളുണ്ടെങ്കിൽ, ഉപദ്രവകാരികളായ ചെടികളുണ്ടെങ്കിൽ ആ ചെടികളെയൊക്കെ പറിച്ചു മാറ്റാറുണ്ടല്ലോ. ഈ ചെടിയിലേക്ക് വന്നു ഭവിക്കാറുള്ള കീടങ്ങൾ ഉണ്ടാകുമല്ലോ. ആ കീടങ്ങളെയൊക്കെ എപ്രകാരമാണോ ഒരു കർഷകൻ അത്രമേൽ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് തന്റെ കൃഷിയെ മെച്ചപ്പെടുത്തുന്നത്, അങ്ങനെ തന്റെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് പരിപോഷിപ്പിച്ച് അതിനെ മെച്ചപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ് മക്കളെ വളർത്തല് എന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമുക്ക് അങ്ങനെ വളർത്താൻ നമ്മൾ ശ്രമിച്ചാൽ അതുവഴി നമുക്ക് കിട്ടുന്നത് വലിയ പ്രതിഫലമാണ്. ഞാൻ നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? 25 രാഷ്ട്രങ്ങളുടെ തലവനായിരിക്കെ മഹാനവർകൾ ചിന്തിച്ചത് സ്വന്തം മക്കളെ കുറിച്ച് മാത്രമല്ല, ഓരോ വീട്ടിലെയും മക്കളെ കുറിച്ചാണ്. ഒരു ഭരണാധികാരിയായിരിക്കെ ഉത്തരവാദിത്വം നിർവഹിച്ച ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ച ഉത്തരവാദിത്വത്തിന്റെ ഒരംശം നമ്മൾ കാണിച്ചാൽ, അഥവാ നമ്മളുടെ വീടിനെ ശ്രദ്ധിച്ചാൽ,
നമ്മൾ നമ്മളുടെ കുടുംബത്തെ ശ്രദ്ധിച്ചാൽ, ഉമർ തങ്ങൾ ശ്രദ്ധിച്ചത്, പൊട്ടിക്കരഞ്ഞത് 25 പ്രദേശങ്ങളെയായിരുന്നു. ആനവകളുടെ പ്രസിദ്ധമായ കൊട്ടേഷൻ ഉണ്ടല്ലോ, لو أن شاة ماتت في شط الفرات ضائعا. എന്താ പറയുന്നത്? ഇറാഖിലെ മദീനയിൽ ഭരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞതാണ് ഒരു രാത്രിയിൽ. എന്തിനാ കരഞ്ഞത്? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ശാത്തുൻ മാതത് ഫീ ശത്തിൽ ഫുറാത്ത്. ടൈഗ്രീസ് നദിയുടെ കരയിൽ ഒരാളെങ്ങാനും ചത്തുപോയാൽ, ഭക്ഷണം കിട്ടാതെ അതിന്റെ ആട്ടിടയനിൽ നിന്ന് അകന്നുപോയിട്ട് ഭക്ഷണം കിട്ടാതെ ഒരാളെങ്ങാനും ചത്തുപോയാൽ, ലവലന്തു അന്നല്ലാഹ സായിലി അൻഹാ യൗമൽ ഖിയാമ. ആ ആട് ചത്തുപോയത് വെള്ളം കിട്ടാതെയാണോ? ആ ആട് ചത്തുപോയത് ഭക്ഷണം കിട്ടാതെയാണോ? ആ ആട് മൃതിയടഞ്ഞത് രോഗം ബാധിച്ചാണോ എന്ന് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാക്കപ്പെടുമല്ലോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാടിനെ കുറിച്ച് ചിന്തിച്ചാണ് കരഞ്ഞത്. 10-25 പ്രദേശങ്ങളിലെ ഓരോ വീടുകൾ, ഓരോ ജീവജാലങ്ങൾ, ഇവരെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് കരഞ്ഞുപോയ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം വീട് പോലും നോക്കാൻ പ്രാണിയില്ലാത്ത രക്ഷിതാക്കളും തമ്മിൽ എത്ര അന്തരമാണുള്ളത്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹപാഠിയെ കൊലപ്പെടുത്താൻ നെഞ്ചത്ത് കൊടുത്തുവിടുന്ന രക്ഷിതാക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. വീട് വിട്ടിറങ്ങിപ്പോയ 2 പെൺകുട്ടികളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇന്നലെ രാത്രിയും ഇന്നുമൊക്കെ ചാനലുകാർ ചർച്ച നടത്തിയത്. ഓരോ വീടകങ്ങളിലും ഉത്തരവാദിത്വം മറക്കുന്ന രക്ഷിതാക്കളുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ സംഭവ വികാസങ്ങളും തെളിയപ്പെടുത്തുമ്പോ നമ്മൾ പഠിക്കേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. നേരെ മറിച്ച് നമ്മൾ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ ഇതിലൂടെ കേൾക്കേണ്ട നേട്ടം മനസ്സിലാക്കിക്കോളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹ്ലുൽ ജന്നതി സലാം. നമ്മൾ ഉത്തരവാദിത്വ ബോധമുള്ള രക്ഷിതാവാണോ? ഈ ഹദീസ് കേട്ടോളൂ. അഹ്ലുൽ ജന്നതി സലാം. സ്വർഗാവകാശികൾ 3 വിഭാഗമാണ്. ഒന്ന് ഇമാമുൻ ആദിൽ, ഒന്ന് നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരി, അല്ലാഹു നമ്മുടെ നാടുകൾക്ക്, ഓരോ നാടിനും നീതിമാന്മാരായ ഭരണാധികാരികളെ നൽകുമാറാവട്ടെ. ലോകത്തെ വില്ലന്മാരെ സൂചിപ്പിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ, മാഫിയ സംഘങ്ങളുടെ തലവന്മാരാണെന്ന് തോന്നിപ്പോകുന്ന ഭരണാധികാരികളാണ് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വായിച്ച വാർത്തയെന്ന ലോക പോലീസായി ചമയുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഹമാസ് എന്ന് പറയുന്ന പാവപ്പെട്ടൊരു ജനതയെ സ്വന്തം മണ്ണിന് വേണ്ടി, ആ ഒരു നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആ ജനതയ്ക്ക് ഉഗ്രശാസനം നൽകിയിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറായിക്കോളൂ, അല്ലെങ്കിൽ പന്തികളെ തിരിച്ചു തന്നോളൂ. ചുട്ടു ചാമ്പലാക്കുമെന്നും നരകമാക്കുമെന്നും ആ മനുഷ്യൻ വൃത്തികെട്ട വാക്കുകൾ പറയുകയാണ്. അവൻ ഓർക്കുന്നില്ലേ അല്ലാഹു അവന്റെ മുകളിലുണ്ട് എന്ന്? അവൻ ഓർക്കുന്നില്ലേ? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് വലിയ തമ്പുരാനെന്ന് അട്ടഹാസം മുഴക്കിയൊരു മനുഷ്യനുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഫിർഔൻ എന്ന് പറയുന്ന മനുഷ്യൻ. എന്താ സംഭവിച്ചത്? അവനെയും അവന്റെ കൂട്ടാളികളെയും അല്ലാഹു ചെങ്കടലിൽ നശിപ്പിച്ചില്ലേ? അന റബ്ബുകുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ അതേ ഫിർഔൻ ആമന്തു ബിറബ്ബി മൂസാ വ ഹാറൂൻ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിയപ്പോൾ ഞാൻ മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ മാത്രം അവന്റെ പര്യവസാനം കണ്ടില്ലേ? ഇവനത് ചിന്തിക്കാത്തത് കൊണ്ടാണ്. അല്ലാഹു അതിക്രമകാരികൾക്ക് തക്കതായ പാഠം കൊടുക്കട്ടെ. പാവപ്പെട്ട ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തട്ടെ. ഫലസ്തീനുകാർക്ക് അതൊരു പ്രശ്നമല്ല. അവർ രക്ഷിതാവിന്റെ മുന്നിൽ രക്തസാക്ഷിത്വത്തെ കൊതിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് രക്തസാക്ഷിത്വത്തെ പൂതിയായി ജീവിക്കുന്നവരാണ്.
ഒരാളുടെ ഭീഷണിയും അവരുടെ മുന്നിൽ വിലപ്പോവില്ല. അല്ലാഹു ആ ജനതക്ക് മോചനം നൽകുമാറാവട്ടെ. ഇരിക്കട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ടതും എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി നാട്ടിലുണ്ടാകണം എന്നാണ്. അവൻ സ്വർഗാവകാശിയാണ്. നീതിമാനായ ഭരണാധികാരി സ്വർഗാവകാശിയാണ്. രണ്ടാമത്തെ മനുഷ്യൻ കേട്ടോളൂ, വറജുലുൻ റഹീമുൽ ഖൽബി ബിൽ മസാകീൻ വബികുല്ലി ദീ ഖുർബാ. അത്തരക്കാരിൽ അല്ലാഹ് നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. സ്വർഗാവകാശി ആരാ? വറജുലുൻ, ഒരു മനുഷ്യനാണ്. റഹീമുൽ ഖൽബ്, ഹൃദയം ലോല മനുഷ്യനാണ്. ഹൃദയം ലോലമാണ്. ആളുകളോട് കരുണയോടെ കൃപയോടെ പെരുമാറാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ആരോടൊക്കെ ഹൃദയത്തിന് ലോലതയുണ്ടോ? ബിൽ മസാകീൻ, സാധുക്കളോട്. അതുപോലെ വബികുല്ലി ദീ ഖുർബാ, എല്ലാ കുടുംബക്കാരോടും മൃദുലമായി പെരുമാറുന്ന മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അടിവരിട്ട് മനസ്സിലാക്കിക്കോളും. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആരുണ്ടോ? നമ്മളുടെ കുടുംബക്കാരുണ്ടോ? പാവപ്പെട്ടവരുണ്ടോ? അവരോടൊക്കെ ആർദ്രതയോടെ കരുണയോടെ പെരുമാറാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ സ്വർഗാവകാശിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ മനുഷ്യൻ, അതാണ് നമ്മളുടെ വിഷയം. വറജുലുൻ ഫഖീർ ദൂ ഇയാലിൻ മുതഅഫിഫ്, ദരിദ്രനായ ഒരു മനുഷ്യനാണ്, എന്നാൽ കുടുംബം നോക്കുന്നവനാണ്. ദൂ ഇയാൽ, പരമദരിദ്രനാണ്. ദൂ ഇയാൽ, കുടുംബം നോക്കുന്നവനാണ്. പക്ഷേ മുതഅഫിഫ്, 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 അനാവശ്യമായ സമ്പത്ത് ചെലവഴിക്കാതെ ഹറാമിന്റെ ഒരു പൈസ പോലും തന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് ശാഠ്യമുള്ള മനുഷ്യനാണ്. എന്നാൽ ദരിദ്രനായ മനുഷ്യനാണ്. ദരിദ്രനാണ്, പച്ചപ്പാവമാണ്. പക്ഷേ തന്റെ കുടുംബത്തെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടുപോവാൻ പരിശ്രമിക്കുന്ന കുടുംബനാഥനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊക്കെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റണമെങ്കിൽ നമ്മളും നമ്മളുടെ മക്കളും അല്ലാഹുവിൽ സൂക്ഷ്മതയോടെ ജീവിച്ച് പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകണമേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളുടെ മക്കളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും കരുണക്ക് വിരുദ്ധമായ, ആർദ്രതക്ക് വിരുദ്ധമായ, അനുകമ്പയോട് ആളുകളോട് തോന്നുന്ന അലിവിനോട് വിരുദ്ധമായ മോശപ്പെട്ട ചിന്താഗതിയോ മനസാക്ഷിയില്ലാത്ത പ്രവർത്തനങ്ങളോ മക്കളിൽ നിന്ന് നമുക്ക് സൂചന വന്നാൽ ആ മക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കണമേ. ഒരൊറ്റ സംഭവം ഞാൻ പറയാം. അബീ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്, അൻസാരിയായ സ്വഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, കുന്തു അദ്രിബു ഗുലാമാ, എനിക്കൊരടിമ പയ്യനുണ്ടായിരുന്നു. അടിമപ്പയ്യൻ എന്തോ ഒരു തെറ്റു ചെയ്തപ്പോൾ ഞാൻ ആ അടിമപ്പയ്യനെ അടിച്ചു. ആ അടിമപ്പയ്യനെ മാരകമായി ഞാൻ അടിച്ചു. അപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. ഫസമിഅതു മിൻ ഖൽഫി സൗതാ, ഞാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പിറകിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോഴാരാ? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. എന്റെ അടിമയെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. എന്നോട് പറഞ്ഞു, ഇഅലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈഹി, അതൊരു വാക്കാണ് പ്രിയപ്പെട്ടവരെ. ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈഹി, നമ്മൾ ആരെ അടിക്കുന്നുണ്ടോ, നമ്മൾ ആരെ അകാരണമായി അടിക്കുന്നുണ്ടോ, നമ്മൾ ആരെ ശിക്ഷിക്കുന്നുണ്ടോ, നമ്മൾ ആരെങ്കിലും കൊലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മാരക മുറിവേൽപ്പിക്കുന്നുണ്ടോ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും നിലക്ക് മുറിവേൽപ്പിക്കുന്ന സമയത്ത് ഈ വാക്ക് ഓർക്കണമേ. ലല്ലാഹി
അഖ്ദറു അലൈക മിൻക അലൈഹി, നിനക്ക് നീ യജമാനനായിരിക്കെ നിനക്ക് അവരെ പ്രഹരിക്കാൻ കഴിവുള്ളതിനേക്കാൾ അല്ലാഹുക്ക് നിന്നെ പ്രഹരിക്കാൻ കഴിവുണ്ട്. എന്താണ് പറഞ്ഞത്? നീ നിന്റെ അടിമയായ ഈ പാവപ്പെട്ട മനുഷ്യനെ അടിക്കാൻ നിനക്ക് കഴിവ് കിട്ടിയല്ലോ, അതിനേക്കാളും നിന്നെ പ്രഹരിക്കാനും നിന്നെ ശിക്ഷിക്കാനും അല്ലാഹുക്ക് കഴിവുണ്ട്. അല്ലാഹുക്ക് കഴിവുണ്ട്. അബൂ മസ്ഊദ് ഇത് മനസ്സിലാക്കിക്കോ. ഉടനെ ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. ശബ്ദം കേട്ടെടുത്തേക്ക് നോക്കുമ്പോ അത് അല്ലാഹുവിന്റെ റസൂലാണ്. ഫഖുൽതു, ഉടനെ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്റെ അടിമയെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു നബിയേ. അതൊരു വർത്താനമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് ആ ചെറുപ്പക്കാരനെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ അവനെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇനി കേൾക്കേണ്ടത് ഹദീസ്, നമ്മളൊക്കെ ഗൗരവത്തിൽ കേൾക്കേണ്ട ഹദീസാണ്. അമാ ലൗലം തഫ്അൽ, നീ ആ ചെറുപ്പക്കാരനായ അടിമയെ സ്വതന്ത്രനാക്കിയിട്ടില്ല എങ്കിൽ അല്ലാഹു നിനക്ക് വേണ്ടി നരകം തുറന്നു വെക്കുമായിരുന്നു. നരകാഗ്നി നിന്നെ സ്പർശിക്കുമായിരുന്നു. നരക കവാടം നിനക്ക് വേണ്ടി തുറക്കപ്പെടുമായിരുന്നു. നീ സ്വതന്ത്രനാക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എത്ര ഗൗരവത്തിലുള്ള വർത്തമാനമാണത്. ആരെങ്കിലും വാക്കുകൊണ്ട് മുറിപ്പെടുത്തിയാൽ, ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് നമ്മൾ പീഡിപ്പിച്ചാൽ, നമ്മൾ വായിച്ചില്ലേ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട പെണ്ണ് തന്റെ 2 പെൺമക്കളുമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചു ദൂരം മാറിയിട്ട് റെയിലിൽ ആളുകളൊക്കെ ഒഴിഞ്ഞ സമയം, പാതിരാത്രി സമയം, ട്രെയിൻ വരുന്ന സമയത്ത് തന്റെ 2 പൊന്നുമക്കളെ കെട്ടിപ്പിടിച്ച് ട്രെയിനിന്റെ മുന്നിലേക്ക് ആത്മഹത്യ ചെയ്തിയ ഒരു മുസ്ലിമായ സഹോദരിയെ കുറിച്ച് വായിച്ചില്ലേ? എത്രമേൽ ഗൗരവത്തിലാണ് ആ സംഭവവികാസങ്ങൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്. മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്ന തന്റെ ഭർത്താവ് സ്ഥിരമായി മദ്യപിച്ച് അതിക്രമിക്കുകയും ഒരടിമയോട് ചെയ്യാൻ പറ്റുന്നതിലപ്പുറം മാരകമായ മുറിവേൽപ്പിക്കുകയും അവസാനം തന്റെ ഭർത്താവിനെ പേടിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് താമസിക്കുകയും അവസാനം ഒരു ജോലി പോലും കിട്ടാതെ സ്വന്തം മക്കളെ പോലും നോക്കാൻ ഗതിയില്ലാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചൊരു പെണ്ണിനെ കുറിച്ച് നമ്മൾ വായിച്ചില്ലേ? ഓരോ വീടകങ്ങളും ശ്രദ്ധിക്കേണ്ട വർത്തമാനങ്ങളാണിത്. നമ്മൾ നമ്മളുടെ വീട്ടുകാരെയോ പ്രിയപ്പെട്ടവരെയോ ഒരു വാക്കുകൊണ്ട് നോവിച്ചാൽ, ഒരു കൈ കൊണ്ടടിച്ചു പോയാൽ, ഒരു പ്രവർത്തനം മോശത്തരത്തിലായാൽ, അവരുടെ മനസ്സ് വേദനിച്ചാൽ ഈ വാക്ക് ശ്രദ്ധിക്കണമേ. ആരെങ്കിലും നമ്മൾ കാരണത്താൽ വേദനിച്ചാൽ ആ മനുഷ്യന്റെ അല്ലാഹുവിന്റെ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രത്തോളം ഹബീബിന്റെ ഹദീസ് നോക്കൂ. റസൂൽ ഒരു തോട്ടത്തിലേക്ക് കയറിയ സമയം ഒരു അൻസാരിയുടെ തോട്ടമാണ്. ആ തോട്ടത്തിൽ ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വന്നു. ഒട്ടകം ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകത്തിനെ കുറിച്ച് അവിടെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാരാ? ഉടനെ ഒരു സ്വഹാബി കടന്നു വന്നു, ഞാനാണ് നബിയേ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ. ഫതമിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട്, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ. മനുഷ്യരോടുള്ളതാണ് പറഞ്ഞതെങ്കിൽ ഈ ഹദീസ് നോക്കൂ. ഒട്ടകമെന്ന ഈ മൃഗത്തിന്റെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? ഒട്ടകത്തിന്റെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? അല്ലതീ മലക്കല്ലാഹ്, അല്ലാഹു നിനക്ക് അധീനപ്പെടുത്തി തന്ന ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? ആ ഒട്ടകം എന്നോട് ആവലാതി
പറഞ്ഞത്, നീ അതിനെ വിശപ്പിനിടുകയാണ്. ഭക്ഷണം കൊടുക്കാതെ, ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാതെ അതിനെ പീഡിപ്പിക്കുന്ന വിവരം ഒട്ടകം എന്നോട് ആവരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഹബീബിന്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒട്ടകത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചോദിക്കുന്ന അല്ലാഹുമ്മ റഹ്മീ യാ അർഹമർ റഹീമീൻ എന്ന പ്രാർത്ഥനയുടെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ റമദാൻ ഇബാദത്തിന്റെ മാസമാണ്, നിസ്കാരത്തിന്റെ മാസമാണ്, തറാവീഹിന്റെ മാസമാണ്, തഹജ്ജുദിന്റെ മാസമാണ്, സ്വതക്കയുടെ മാസമാണ്, അനുഷ്ഠാനങ്ങളുടെ മാസമാണ്, എല്ലാ ഇബാദത്തും സമ്മേളിക്കുന്ന മാസമാണ്. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എല്ലാ ഇബാദത്തും നമ്മിൽ വരുത്തേണ്ട പരിവർത്തനം കാരുണ്യവാനായ റബ്ബിന്റെ കരുണയുള്ള അടിമയാകുക എന്നതാണ്. പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ തുടക്കത്തിൽ പാടിയൊരു കവിതയുണ്ട്. ബാദിറനിലൽ ഖൈരിയ അദല്ലും ബിമുഗ്തനിമാ വലാ തകും മിൻ ഖലീലിൽ ഉർഫി മുഹ്തശിമാ. എല്ലാ നന്മകളിലേക്കും ബുദ്ധിയുള്ള മനുഷ്യ വേഗം വേഗം ഉളരിച്ചെല്ലണമേ. നീ ഒരിക്കലും അതവ് കെട്ടവനാകരുതേ, മര്യാദ കെട്ടവനാകരുതേ. എപ്പോഴും സൽക്കർമ്മങ്ങളിലേക്ക് ഓടിച്ചെല്ലണമേ. വഷ്കുല്ലി മൗലാകമാ ഔലാക മിൻ നിഅമി ഫശുക്രു യസ്തൗജിബുൽ ഇഫ്ദാല വൽ ഖുറമാ. അല്ലാഹു നിനക്ക് ഒരുപാട് ഔദാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ഔദാര്യങ്ങൾക്ക് തിരിച്ചു നീ നൽകേണ്ടത് നന്ദിയോടെയുള്ള പ്രവർത്തനമാണ്. എന്താണ് നന്ദി എന്നറിയുമോ? നിനക്ക് നിന്റെ റബ്ബ് തന്ന ഔദാര്യങ്ങൾക്ക് പകരമായി നീ ജനങ്ങൾക്ക് തിരിച്ചു ഔദാര്യം തിരിച്ചു കൊടുക്കണമേ. നിനക്ക് നിന്റെ റബ്ബ് തന്ന മഹത്വങ്ങൾക്ക് പകരമായി നീ ജനങ്ങൾക്കും നീ ബഹുമാനം തിരിച്ചു കൊടുക്കണമേ. വർഹം ബിഖൽബിക ഖൽഖല്ലാഹി വർഹമു ഫഇന്നമാ യർഹമു റഹ്മാനു മൻ റഹിമാ. നിന്റെ ഹൃദയം ആർദ്രതയുള്ളതാവട്ടെ. നിന്റെ ഹൃദയം അല്ലാഹുവിന്റെ സൃഷ്ടിജാലകങ്ങളോട് കരുണയുള്ളതാവട്ടെ. ഈ ജനങ്ങളെ നന്നായി പരിഗണിക്കണമേ. കാരണം ഫഇന്നമാ യർഹമുർ റഹ്മാനു മൻ റഹിമാ. അല്ലാഹു തന്റെ അടിമകളിൽ കരുണ ചെയ്യുന്നത് ആർക്കാണെന്നറിയുമോ? ജനങ്ങളോട് കരുണ ചെയ്യുന്നവർക്ക്. അല്ലാഹുവിന്റെ കരുണ കിട്ടുന്നത് ജനങ്ങളോട് കരുണയുള്ളവർക്കാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. കരുണ പറ്റിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ തലമുറയിൽ നിന്ന് കരുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടമായി സംഘം ചേർന്ന് ആളുകൾ അതിക്രമിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി അതിന്റെ മേൻപൊടിയാണ്. സജീവമായ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടില്ല എങ്കിൽ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ലോകമാണ് നമ്മളുടെ മുന്നിലുള്ളത്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാത്തരം തെറ്റുകളിൽ നിന്നും പടച്ചറപ്പ് നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാത്തരം മോശത്തരങ്ങളിൽ നിന്നും ഖാലിഖായ റബ്ബ് നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈമാനികമായ ഉയർച്ച പടച്ചറപ്പ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാവട്ടെ. കൊണ്ടേൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഇവിടെ നോമ്പ് തുറ നടക്കുന്നുണ്ട്. ആ നോമ്പ് തുറയിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകം ഉദ്ദേശം വെച്ചിട്ടാണ് അതിലേക്കുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സ്വതകളെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു നോമ്പ് തുറപ്പിച്ചവന് നോമ്പ് തുറന്നവരുടെ പ്രതിഫലം കൂടി അല്ലാഹു കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾ കൂടി നോമ്പ് തുറക്ക് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടവരോട്
കമ്മിറ്റിയിൽ അത് പേര് കൊടുക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു സദസ്സിനെ അഥവാ നോമ്പ് തുറ സമയത്തുള്ള ആ ഒരു വിഷയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ യാത്രക്കാരും മറ്റുമൊക്കെ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. എല്ലാ വിഷയങ്ങളും അല്ലാഹു സ്വീകരിക്കുന്ന തരത്തിൽ നല്ല കാര്യങ്ങളിൽ സജീവമായി മുന്നേറാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمدلله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. നമ്മുടെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമസ്കാരത്തിന്റെ ശേഷം ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ, ഞങ്ങളിവിടെ പറഞ്ഞതിനെ, കേട്ടതിനെ, പാരായണം ചെയ്തതിനെ, ഇത്രയും സമയം ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെയും അല്ലാതെയും ഞങ്ങളിവിടെ ഇരുന്നതിനെ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഇതിന്റെ ബറക്കത്തോടെ ഞങ്ങളെ ഇരുലോക വിജയികളിൽ ചേർക്കണേ അല്ലാഹ്. പോയ അബദ്ധങ്ങളെ മാപ്പാക്കണേ അല്ലാഹ്. നിങ്ങൾക്കിനി എത്രയാണ് സമയം ബാക്കിയുള്ളതെന്ന് നിനക്ക് മാത്രമല്ല അറിയൂ. ശിഷ്ടകാലം നിന്റെ പരിപൂർണ അനുസരണയിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരണേ അല്ലാഹ്. ഞങ്ങളെ അബദ്ധങ്ങളെ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ പിഴവുകൾ പൊറുത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പമാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇണകൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. കൂട്ടുകുടുംബാദികൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് അവരുടെ ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ പുണ്യ റമളാൻ അനുകൂല സാക്ഷിയാക്കണേ അല്ലാഹ്. പ്രതികൂലമായി തോന്നുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി